നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പരസ്യാരോപണത്തിൽ CPM നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ KK ശ്രീധരനോട് പാർട്ടി വിശദീകരണം തേടും. അതേസമയം മന്ത്രിയുടെ ഭർത്താവ് ഇടപെട്ട് ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണം അട്ടിമറിക്കുന്നു എന്ന് ആരോപിച്ച് കൊടുമണ്ണിൽ UDF പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി. ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൊടുമൺ സ്റ്റേഡിയം ഭാഗത്ത് ഓവുചാലിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്നാണ് ആക്ഷേപം. സ്വന്തം കെട്ടിടത്തിന്റെ മുൻഭാഗം സംരക്ഷിക്കാൻ മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് ഭരണസ്വാധീനം ഉപയോഗിക്കുന്നുവെന്ന് CPM നേതാവ് ആരോപിച്ചിരുന്നു. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു കൊടുമണ്ണിൽ നേരിട്ടെത്തിയതോടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മടങ്ങി. തൊട്ടു പിന്നാലെയാണ് CPM പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഓടയുടെ നിർമ്മാണം തടഞ്ഞത്. പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി കൊടികുത്തി. ഭർത്താവിനെതിരായ മുതിർന്ന നേതാവിന്റെ ആരോപണം മന്ത്രി വീണ ജോർജിനെയും പ്രതിരോധത്തിലാക്കി. 40 കോടി ചെലവിട്ടുള്ള റോഡ് നിർമ്മാണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചാണ് കൊടുമണ്ണിൽ UDF ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇതോടെ പാർട്ടിയും മന്ത്രിയും കൂടുതൽ പ്രതിരോധത്തിലായി. എന്നാൽ ഓവുചാലിന്റെ അലൈൻമെന്റിൽ താൻ ഇടപെട്ട് മാറ്റം വരുത്തിയെന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ്. അലൈൻമെന്റ് പ്രകാരം ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുൻപിൽ ഓടയ്ക്ക് വളവുണ്ടെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു.